ഞങ്ങൾ ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം നെല്ലിയാമ്പതിലാട്ടോ വന്നത്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വരവായിരുന്നു ഇങ്ങോട്ടേക്ക്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ഒരു മരം കാണാം കേട്ടോ. വളരെ പൊക്കം കുറവാണെങ്കിലും നിറയെ ഓറഞ്ച് ഉണ്ടായിരുന്നു. കാഴ്ചകൾ കണ്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ അവിടെ ഒരു ആമ്പൽക്കുളം അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നു അത് കാണാനായിട്ട്. ഇതെല്ലാം ചാമ്പമരങ്ങളാണ് കേട്ടോ. ഇവിടെ നമ്മൾ നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ കുറച്ച് സമയം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ മരത്തിൻ്റെയും താഴെ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. കാരണം നമുക്ക് ഒരുപാട് നടക്കാനുണ്ട് ഇവിടെ, ഒരുപാട് കാഴ്ചകളും ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ നടന്ന് ക്ഷീണിക്കുമ്പോൾ വെയിൽ കൊണ്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് നേരം ആ ഒരു തണലത്തിരിക്കുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം അത് വളരെ വലുതാണല്ലോ. ഞങ്ങളങ്ങനെ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് നടന്നു. അത്യാവശ്യം വെയിൽ കാണുന്നുണ്ടെങ്കിലും ചൂട് വളരെ കുറവായിരുന്നു. ഇവിടെ പലതരത്തിലുള്ള പൂച്ചെടികളുടെ ശേഖരങ്ങളുണ്ടായിരുന്നു. ഇത് വളരെ മനോഹരമായിരുന്നു ഈ പന്തൽ കാണാനായിട്ട്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ കയറി നിന്നു. ഈ പൂക്കളുടെയൊക്കെ കാഴ്ച കാണാനായിട്ട് വളരെ മനോഹരമായിരുന്നു. നമുക്കൊരു മനസ്സിനും കണ്ണിനും ഒക്കെ ഒരു കുളിർമ തരുന്നൊരു കാഴ്ചയായിരുന്നു. ഇനിയും ഇവിടെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണ് അടുത്തത് കാണാനുള്ളത് എന്നുള്ളൊരാകാംക്ഷയും ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് അവിടെ ഒരു ട്രീ ഹൗസ് അവരുണ്ടാക്കിയിരിക്കുന്നത് കണ്ടത്. വളരെ മനോഹരമായിരുന്നു കാണാനായിട്ട്. കയറണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നല്ല പേടിയും ഉണ്ടായിരുന്നു. കാശി പതിയെ കയറാൻ തുടങ്ങി. കാശിക്ക് വലിയ പേടിയൊന്നും ഞാൻ കണ്ടില്ല. എന്നോടും പറഞ്ഞു, വാ അമ്മ വാ, നമുക്ക് കയറാമെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെയും ട്രീ ഹൗസിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കത് കുറച്ച് പേടിയുണ്ടായിരുന്നു. എന്നിരുന്നാലും കാശിയുടെ ധൈര്യത്തിൽ ഞാനും കൂടെ അവൻ്റെ കൂടെ കയറി. വളരെ രസമുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്. നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് എനിക്ക് നല്ല മുഖത്തൊരു പേടി ഉണ്ടായിരുന്നു. ഇവിടുന്ന് എങ്ങനെ താഴേക്ക് ഇറങ്ങും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. എന്തായാലും ഇറങ്ങണമല്ലോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് നടന്നു. ഇവിടെയും നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ വല്ലപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമായിരിക്കും അല്ലേ. ഇതേ ഇവിടെ നല്ല മനോഹരമായ ഒരു ആമ്പൽക്കുളം ഉണ്ട് കേട്ടോ. അത് അത്യാവശ്യം നല്ല വലിയൊരു ആമ്പൽക്കുളമാണ്. നിറയെ പൂക്കളുണ്ടായിരുന്നു. അതിനടുത്ത് തന്നെ ഒരു വെള്ളക്കെട്ട് പോലൊരു സ്ഥലം നമുക്ക് കാണാം. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതിൽ അത്യാവശ്യം കുറച്ച് മീനുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് സംശയമാണ്. ഞങ്ങൾ അടുത്തതായി കാണാൻ പോയത് പച്ചക്കറി തോട്ടത്തിലേക്കാണ് കേട്ടോ. പച്ചക്കറി തോട്ടം മാത്രമല്ല, അവിടെ പാഷൻ ഫ്രൂട്ടിൻ്റെ കൃഷിയും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വിളവെടുക്കുന്നുണ്ടായിരുന്നു പാഷൻ ഫ്രൂട്ടിൻ്റെ. പിന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും ഈ ചെടികളോ അല്ലെങ്കിൽ പഴങ്ങളോ എന്തെങ്കിലും നമ്മൾ പറിക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൽ 500 രൂപ ഫൈൻ ഉണ്ടെന്നാണ് എഴുതി വെച്ചിരുന്നത്. പിന്നെ അവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയും കൂടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നടന്നു പോകുന്ന വഴിയിലെല്ലാം ക്യാബേജ് കൃഷി നമുക്ക് കാണാമായിരുന്നു കേട്ടോ. ഇത് പോളി ഹൗസാണ്. ഇത് വിള ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നീട് ഞങ്ങൾ ക്യാബേജ് നന്നായിട്ട് വളർന്നൊരു കൃഷിയിടത്തിലേക്കാട്ടോ പോയത്. അത് വളരെ രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ദൂരെ നിന്ന് കാണാനായിട്ട് വളരെ ഭംഗിയായിരുന്നു. നമ്മൾ അടുത്തുനിന്ന് നോക്കുമ്പോൾ ഓരോ ക്യാബേജിൻ്റെ ചെടിയിലും ക്യാബേജ് വളർന്നു വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ തന്നെ നമ്മളുടെ ഒരു സാലഡ് ലീഫിൻ്റെ ഒരു പ്ലാന്റാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ കൂടെ തന്നെ പർപ്പിൾ ക്യാബേജ് ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കൃഷിയും ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. അതും നന്നായിട്ട് വളർന്നു വരുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇതായിരുന്നു കേട്ടോ ആ ഒരു സാലഡ് ലീഫ്. അതിൻ്റെ പേരറിയാവുന്ന ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ പുതുതായിട്ട് തൈകളൊക്കെ നടുന്നൊരു സ്ഥലമായിരുന്നു. അവിടെ ഒരു ചേച്ചി ഇരുന്ന് ഈ ചെടികൾക്ക് വേണ്ടുന്ന വളങ്ങളെല്ലാം മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങി കേട്ടോ. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ നമുക്ക് എത്താനുള്ളതല്ലേ. പിന്നെ നമ്മളവിടെ തിരിച്ച് നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന അവിടെ തന്നെ ഇവിടെ വിളവെടുത്ത ഓരോ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ആണെങ്കിലും ഇവിടെ വിൽക്കുന്നുണ്ടായിരുന്നു.
ഇവിടെയും കുറേ പൂച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു എയർ പ്ലാന്റ് അവർ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഇവിടെ തന്നെ വിളവെടുത്ത ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഫ്രഷ് ജ്യൂസും ജാമും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ പുറത്ത് തന്നെ ഒരു കൗണ്ടർ ഉണ്ട്. അങ്ങനെ ഞാനും കാശിയും കൂടെ അവിടെ പോയി നിന്ന് കുറച്ച് സമയം എടുത്തു. ഇത്തിരി വെയിലും ഉണ്ടായിരുന്നു നല്ലപോലെ. ഞങ്ങൾ അവിടെ നിന്ന് ജ്യൂസ് വാങ്ങി. പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണിലല്ലാത്തത് കൊണ്ട് ഓറഞ്ച് ജ്യൂസ് ഇല്ലായിരുന്നു. 120 രൂപയായിരുന്നു കേട്ടോ ഈ ഒരു ബോട്ടിലിന്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ.